വഴിയരികിലുണ്ടായിരുന്ന ഇരു പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും ഉണ്ടാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. ഇത്തരത്തിൽ നേരത്തെ പ്രാദേശികമായി തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ കൊട്ടിക്കലാശ പ്രകടനങ്ങൾ നടന്നു വരികയാണ്. അതിനിടെയാണ് ഇത് തീർത്തും അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. LDF പ്രവർത്തകരും UDF പ്രവർത്തകരും ഒരു മേഖലയിൽ സംഗമിക്കുന്ന ഒരിടത്ത് സംഘർഷം. ലീഗ് പ്രവർത്തകർ ഭരണവുമായി എത്തിയപ്പോൾ LDF പ്രവർത്തകർ ഉന്തും തള്ളിലേക്ക് ഏർപ്പെടുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അതേ മേഖലയിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രണ്ട് വിഭാഗത്തിന്റെയും പതാകകളുണ്ട്. LDFന്റെയും ലീഗിന്റെയും CPFന്റെയും പതാകകൾ ഉയർന്നു പറഞ്ഞു. കാണുന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ടോ? അരുണിന് ചോദിക്കുന്നത് കേൾക്കാൻ കഴിയുമോ എന്നറിയില്ല. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ടോ? എന്തുകൊണ്ടാണ് ആ പ്രചാരണ വാഹനം തടഞ്ഞത്? അതിനെ കടത്തിവിട്ടാൽ പ്രശ്നമില്ലാതെ പോകുമായിരുന്നല്ലോ. അങ്ങനെ ഒരു സംഘർഷാന്തരീക്ഷം അവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അതെ, രതീഷ് സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വാഹനം കടത്തി വിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു സംഘർഷത്തിലെ കാര്യങ്ങൾ കടക്കില്ലായിരുന്നു. ഈ വാഹനം ശ്രമിച്ചതാണ് ലീഗ് പ്രവർത്തകരെയും പ്രകോപിച്ചത്. അവർ അത്തരത്തിൽ തിരിച്ച് ഒരു ആക്രമണത്തിലേക്ക് തിരിച്ച് കയറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി. രണ്ട് കൂട്ടരുടെയും സ്ഥാനാർത്ഥികളുണ്ട്. UDF സ്ഥാനാർത്ഥികൾ കടന്നു വരുന്ന വാഹനത്തിന് പുറകിൽ UDF സ്ഥാനാർത്ഥി കടന്നു വരുന്ന വാഹനത്തിന് മുന്നിലുള്ള അനുഗമിക്കുന്ന വാഹനമാണ് തടഞ്ഞത്. സ്ഥാനാർത്ഥികൾ ഇരു മുന്നണിയുടെയും സ്ഥാനാർത്ഥികളുണ്ട്. പൂക്കോട്ടൂർ പഞ്ചായത്തിലെ 8ാം വാർഡാണിത്. പള്ളിമുക്ക് വാർഡ്. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന പ്രകടനമാണ് തടഞ്ഞത്. സ്ഥാനാർത്ഥി വരുന്നത് ഏറെക്കുറെ ഈ വാഹനം ഇവിടെ നിന്ന് കടത്തിവിടാൻ LDF പ്രവർത്തകർ തയ്യാറായിട്ടുണ്ട്. UDF പ്രവർത്തകർ LDF പ്രവർത്തകർ നിൽക്കുന്ന ഭാഗവും കടന്ന് മുന്നോട്ടേക്ക് പോകാനുമായിട്ടുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഏറെക്കുറെ ആ സംഘർഷ സാധ്യത ഒഴിവാക്കാൻ പൂക്കോട്ടൂരിൽ നിന്നുള്ള ദൃശ്യമാണ് അരുണപ്രധാന വിവരങ്ങൾ നൽകിയത്. ലീഗിന്റെ വാഹനം UDF പ്രചാരണ വാഹനം കടന്നു വന്നപ്പോൾ LDF പ്രവർത്തകർ CPM പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് ഉന്തുന്തള്ളുമുണ്ടായി. കയ്യാങ്കുളിയുടെ വക്കീലെ കാര്യങ്ങൾ എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ സാധാരണ നിലയിൽ ഇപ്പോൾ രാഷ്ട്രീയമായി മലപ്പുറത്തിൻ്റെ ഒരു പശ്ചാത്തലം പൊതുവിൽ അറിയുന്നതാണ്. വലിയ വീറും വാശിയും എപ്പോഴും രാഷ്ട്രീയ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇത്രമേൽ വാശിയോടുകൂടി വീറോടുകൂടി വാദിക്കുന്ന ആളുകൾ ഒരുപക്ഷെ മലപ്പുറത്ത് നമ്മളെപ്പോഴും രാഷ്ട്രീയമായി കാണുന്നതാണ്. പക്ഷേ രാഷ്ട്രീയ സംഘർഷങ്ങൾ പൊതുവിൽ കുറവാണ്. ഇല്ല എന്നല്ല, പൊതുവിൽ അത് കുറവാണ്. അവിടെയാണ് ഒരു തർക്കമുണ്ടായത്. തർക്കം ഇപ്പോൾ പരിഹരിക്കപ്പെടുന്നു എന്നാണ് അവർ നൽകുന്ന വിവരം.